ഇൽമു നാഫിയുണ്ട്, ഗൈറു നാഫിയുണ്ട്. ഉപകാരമല്ലാത്ത ഇൽമു എനിക്ക് നൽകല്ലേ എന്നാണ് നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരുപക്ഷെ ആ ഇൽമു നമ്മളെ നരകത്തിലെത്തിക്കും. എന്താണ് ഈ നാഫിയ ഇൽമു എന്ന് പറഞ്ഞാൽ? പഠിച്ച ഇൽമു കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം, ബഹുമാനം, ഖശിയത്ത് ഇത് വർദ്ധിക്കുകയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള താല്പര്യമുണ്ടാവുകയോ നന്മ ചെയ്യാനുള്ള താല്പര്യം കൂടി വരികയോ ചെയ്യുന്നതിനാണ് നാഫിയ ഇൽമു എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു നൂറ് ഹൃദയത്തിൽ ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫൽ ആലിമു ഇന്ദൽ അവാമി മൻ സഇദൽ മിമ്പർ എന്ന് മുല്ലാലിൽ ഖാരിയുടെ ഇബാറത്തിലുണ്ട്. മലയാളം വ്യൂവേഴ്സ് അല്ലെങ്കിൽ സ്വന്തം ചാനലിലുള്ളവരായിരിക്കും സാധാരണക്കാരുടെ മുമ്പിൽ വലിയ ആലിമായിട്ടുണ്ടാവുക. ഫൽ ആലിമു ഇന്ദൽ അവാമി മൻ സഇദൽ മിമ്പർ. അതല്ല, മറിച്ച് ഇപ്പം ഒരു ആലിമാണ് എന്ന് നമുക്ക് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്താൻ വലിയ പണിയൊന്നുമില്ല. ഗൂഗിൾ മീറ്റോ സൂമോ അല്ലെങ്കിൽ ലൈവൊക്കെ കിതാബ് ബേക്കിലുള്ള ഷെൽഫിൽ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ക്ലാസ് എടുത്താൽ തന്നെ കിതാബി എന്നുള്ള നിസ്ബ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. അത് കിട്ടും. കിതാബിയാണെന്നുള്ള അതല്ലല്ലോ. ഈ കിട്ടുന്ന ഓരോ ഹർഫ് കൊണ്ടും നമുക്ക് അല്ലാഹ് എന്ന ബോധം, ഖശിയത്തിലേക്കുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് ആ ഇൽമു നാഫിയാവുക എന്ന് മിൻഹാജുൽ ആബിദീനിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നു. അങ്ങനെ ഇൽമു കിട്ടുമ്പോഴാണ് അയാൾക്ക് നന്മയോട് താല്പര്യം ഉണ്ടാവുക, ഇബാദത്തിനോട് ടേസ്റ്റ് ഉണ്ടാവുക. ഷെഹ്റാനി ഇമാം റഹിമഹുള്ള ഉദാഹരണം പറയണത്, നമുക്കൊരു നല്ല മജ്‌ലിസിൽ ഉറക്കം വരുന്നു. പെട്ടെന്ന് ഒരാൾ തട്ടിയിട്ട് പറയുന്നത് ചീരണി കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റൊക്കെ ഉറക്കം പോകുന്നുണ്ടെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ വേഗം ഷെഹ്റാനി ഇമാമിനെ പറയാൻ കാരണം അത് നമ്മളെ സ്വന്തം ഉദാഹരണമായാലും വലിയ കലാഭാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അലാമാ കാല എന്ന് തന്നെ ഇബാറത്തിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇബാദത്തിന് ടേസ്റ്റ് കുറയുകയും അനാവശ്യത്തിന് ടേസ്റ്റ് കൂടുകയും ചെയ്യുന്ന രോഗത്തിലേക്ക് എത്തിയാൽ അത് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.